हे जग जननी हे जगदम्बा. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കാലടി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ശ്രീ ശങ്കരൻ പിന്നിട്ട പാതകളിലൂടെയാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. യാതൊരു യാത്രാ സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്തു തന്നെ ഇത്രയും കഠിനമായ പാതകൾ താണ്ടി ശ്രീ ശങ്കരാചാര്യർ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു എന്നത് തികച്ചും അവിശ്വസനീയമാണ്. പാതകൾ ദുർഘടമാണെങ്കിലും ശങ്കരാചാര്യ പാദങ്ങളെ പിന്തുടർന്ന് ഞങ്ങൾ കേദാർനാഥിൽ നിന്നും ജോഷിമഠിനെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ശങ്കരന്റെ കാലടികൾ പതിഞ്ഞ പുണ്യഭൂമിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഊർജ്ജസ്വലമായ ചിന്ത തന്നെ മാർഗത്തിലെ തടസ്സങ്ങളെ തട്ടിമാറ്റുന്നുണ്ട്. എന്നിരുന്നാലും ഗുരുക്കന്മാരുടെയോ അനുഭവസ്ഥരുടെയോ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം യാത്രകൾ ചെയ്യാവൂ. കാരണം മാർഗങ്ങൾ എല്ലാം ഘോരവും കഠിനവുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലായിടത്തും അതിസുന്ദരമായ കാഴ്ച തുളുമ്പി നിൽക്കുന്നു. പ്രകൃതി ഒരുക്കിയ ഈ ചാരുത കാണുമ്പോൾ മനസ്സ് പുത്തൻ പ്രതീക്ഷകളുടെ താഴ്വാരമായി മാറുന്നു. ഈശ്വരന്റെ സന്നിധാനമായ ഈ ദേവഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പല പല ചിന്തകളിൽ അകപ്പെട്ടുപോയ മാനസം അവിടെ നിന്നെല്ലാം സടകുടഞ്ഞെഴുന്നേറ്റ് സുന്ദര സ്മൃതികളുടെ മന്ദിരമായി മാറുകയാണ്. ഹിമാലയ യാത്രയിലുടനീളം ആകാശം മുട്ടി നിൽക്കുന്നത് പോലെയുള്ള പാറക്കൂട്ടങ്ങൾ ദൃശ്യമാകുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, തീർച്ചയായും അനുഭവിച്ചറിയേണ്ട ദൃശ്യവിസ്മയങ്ങളാണ് ഇവയെല്ലാം. മഴയും മണ്ണിടിച്ചിലുമെല്ലാം മൂലം ഞങ്ങളുടെ യാത്രയും അല്പനേരം തടസ്സപ്പെട്ടു. എന്നിരുന്നാലും ദ്രുതഗതിയിൽ നടക്കുന്ന ഇവിടത്തെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം അഭിനന്ദനാർഹമാണ്. പാറകൾ തുരന്നാണ് ഈ റോഡുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ എപ്പോൾ വേണമെങ്കിലും ശക്തമായ മണ്ണിടിച്ചിലുകൾക്കും മറ്റ് അപകടങ്ങൾക്കും സാധ്യതകൾ ഏറെയാണ്. പലപ്പോഴും യാത്രയിൽ ഭീതി ജനിക്കുന്നുണ്ട്. ഓരോ മനസ്സുകളും തന്റെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നു. ഗോവർദ്ധന ഗിരിധാര ഗോവർദ്ധന ഗിരിധാര ഗോവിന്ദ ഗോകുല പാലക പരമാനന്ദ ഗോവർദ്ധന
വഴിമധ്യേയുള്ള ഒരു റെസ്റ്റോറന്റിൽ ഞങ്ങൾ ചായ കുടിക്കാനായി ഇറങ്ങി. എല്ലാവരും കൂടുതൽ ഉന്മേഷഭരിതരായി. കൂറ്റൻ പാറക്കെട്ടുകൾ, പർവ്വതങ്ങൾക്കിടയിലൂടെ പതഞ്ഞൊഴുകുന്ന അളകനന്ദ നദി, മരതകപ്പട്ടണിഞ്ഞു നിൽക്കുന്ന ഒരു നിശബ്ദ താഴ്വാരം, സ്മൃതിയുടെ ചിറകിലേറിയ മനസ്സ് ഒരു മായാമയൂരമായി പ്രപഞ്ചത്തിന്റെ അഭൗമ സൗന്ദര്യത്തിലേക്ക് പറന്നു പോകുന്നത് പോലെ. ഹിമാലയത്തിലേക്കുള്ള വഴികൾ പലതും പർവ്വതങ്ങൾ തുരന്ന് നിർമ്മിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഹിമാലയ യാത്രകൾ പലപ്പോഴും നമുക്ക് ഇത്തരം തുരങ്കങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. പാദപബൃന്ദ പാടിത സുരരിപു പാദപബൃന്ദ പാവന ചരിത പരമൃത കന്ദ പാടിത സുരരിപു പാദപബൃന്ദ പാവന ചരിത പരമൃത കന്ദ നാട്യരസോത്കട നാനാഭരണ നാട്യരസോത്കട നാനാഭരണ നാട്യരസോത്കട. ജോഷിമഠിലെ നരസിംഹ ക്ഷേത്രത്തിലെത്താൻ ഇനി അധിക സമയമില്ല. മഞ്ഞുകാലത്ത് ബദ്രീനാഥ് ക്ഷേത്രം അടഞ്ഞുകിടക്കുമ്പോൾ അവിടുത്തെ പൂജകൾ ചെയ്യുന്നത് ജോഷിമഠിലെ നരസിംഹ ക്ഷേത്രത്തിലാണ്. ആദിശങ്കരൻ സ്ഥാപിച്ച 4 ശാരദാപീഠങ്ങളിൽ ഒന്നാണിത്. ക്ഷേത്രത്തെക്കുറിച്ചും അവിടെ വെച്ച് ശങ്കരാചാര്യർക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചുമൊക്കെ സ്വാമിജി നമുക്ക് വിശദമായി പറഞ്ഞു തരുന്നു. ഹരി ഓം. ആദിശങ്കരാചാര്യ സ്വാമികളുടെ തപോഭൂമിയാണ് ഹിമാലയം. ബദരിക ആശ്രമത്തിനടുത്തുള്ള ജോഷിമഠില് ആദിശങ്കരാചാര്യ സ്വാമികൾ തപസ് ചെയ്തിരുന്നുവെന്നും തപസ് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു കാപാലികൻ കൊല്ലാനായി വന്ന സമയത്ത് നരസിംഹ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ആദിശങ്കരാചാര്യ സ്വാമികളെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ജോഷിമഠിലുള്ള നരസിംഹമൂർത്തി ക്ഷേത്രം. നരസിംഹമൂർത്തി ക്ഷേത്രം ആദിശങ്കരാചാര്യ സ്വാമികളുടെ മുന്നിൽ ഭഗവാൻ നരസിംഹ രൂപത്തിൽ പ്രത്യക്ഷമായി അവതരിച്ച ക്ഷേത്രമാണ്. നമ്മൾ പ്രഹ്ലാദൻ്റെ രൂപം മാറി നരസിംഹ രൂപത്തിൽ വന്ന് കാപാലികനെ വധിക്കുന്ന ആ ഒരു രംഗം, ആ ക്ഷേത്രമാണ് നരസിംഹമൂർത്തി ക്ഷേത്രം. അവിടെയാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത്. എല്ലാവർക്കും നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവും. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. Where Adi Shankaracharya did his penance. As I told you, those time black magic people were there. So they thought that this fellow will destroy their money-making business. So one of the senior or one of the leader, Annatha Kalatham, he wants to kill Shankaracharya. So he did some black magic and he came. In a Raudra Bhava he came. Then that time Padmapada, one of the disciples, he realized Shankaracharya, he is a man. He maybe get killed. So immediately this Padmapada, he meditated upon Narasimha. He turned to Narasimha, Padmapada, and he fell on the
Now this fellow, the body of this fellow and that Kapaliga. You heard about that Kapaliga. So where Shankaracharya he did his meditation, we are going to that. Kando. Shankaracharya Gaddi, where he did his meditation. Gaddi means where he sat for meditation. Okay, come. ഭഗവാൻ ശ്രീ പരമേശ്വരൻ സ്വീകരിച്ച തേജസ്സാർന്നതും ഉത്കൃഷ്ടവുമായ ഒരു മനുഷ്യ സ്വരൂപം, അതായിരുന്നു ശ്രീ ശങ്കരാചാര്യർ. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഭാരതം മുഴുവൻ സഞ്ചരിച്ച അതുല്യ പ്രതിഭ, ലോകം ഇതുവരെ കണ്ട തത്വചിന്തകരിൽ ഉത്തമോത്തമൻ. തന്റെ 32 വയസ്സിനുള്ളിൽ ശ്രീശങ്കരൻ രചിച്ച ഗ്രന്ഥങ്ങളെ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടു വായിക്കാൻ കേവലം ഒരു മനുഷ്യജന്മം കൊണ്ട് മാത്രം തികയില്ല. ചെറുപ്പത്തിൽ തന്നെ പിതാവിനെ നഷ്ടമായ കുഞ്ഞു ശങ്കരൻ പിന്നീടുള്ള തന്റെ ജീവിതയാത്ര ആരംഭിച്ചത് സന്യാസത്തിലൂടെയായിരുന്നു. ശങ്കരൻ എന്ന ആ മഹാപ്രതിഭയ്ക്ക് മുമ്പിൽ കോടിക്കോടി പ്രണാമം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ശ്രീ ശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ച സ്ഥലത്താണ്. വാക്കുകൾക്കതീതമായ ഒരു ദൈവീക ശക്തി ഇവിടെ നർത്തനമാടുന്നുണ്ട്. ഭൂമിയെ ഹൃദയത്താൽ തൊട്ട് വന്ദിച്ചേ, കൂപ്പുകൈകളോടെ ശിരസ് നമിച്ചേ ഈ പുണ്യഭൂമിയിൽ അല്പനേരം സ്വാമിജിയോടൊപ്പം ഇരുന്ന് ധ്യാനത്തിൽ ലയിക്കുക എന്നത് മഹാഭാഗ്യമാണ്. ശ്രീ ശങ്കരാചാര്യരെ കാപാലികളിൽ നിന്നും രക്ഷിക്കാൻ ഭഗവാൻ നാരായണൻ തന്റെ ഉഗ്രസ്വരൂപത്തെ കൈക്കൊണ്ട സ്ഥലമാണിത്. ഭഗവാനെ, അവിടത്തെ മായാവിലാസങ്ങളെ ഏതു വാക്കുകൾ കൊണ്ട് വർണ്ണിക്കണമെന്നറിയുന്നില്ല. അവിടത്തേക്ക് പ്രിയപ്പെട്ട കീർത്തനങ്ങൾ ഏതാണെന്നറിയുന്നില്ല. 1000 സൂര്യന്മാർ ഒന്നിച്ചുയർന്നിൽക്കുന്ന ഉജ്ജ്വലമായ സ്വരൂപം. ഭഗവാനെ നാരായണ, ശ്രീ ശങ്കരാചാര്യരെ സംരക്ഷിച്ച അവിടുത്തെ നരസിംഹ സ്വരൂപം ഞങ്ങൾ ആവോളം കണ്ടുവണങ്ങി. ഭക്തർ മനമുരുകി പ്രാർത്ഥിച്ചാൽ മിന്നൽ പിണരിന്റെ വേഗത്തിൽ പാഞ്ഞെടുക്കുന്ന അവിടുത്തെ ഉഗ്രസ്വരൂപത്തെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ടു നിൽക്കുമ്പോൾ സാധാരണ മനുഷ്യരിൽ ഭയം ജനിക്കുന്നു. ചുട്ടുപഴുത്ത കനൽ കട്ടകൾ പോലെ തിളങ്ങുന്ന നേത്രങ്ങൾ, ഗുഹയ്ക്ക് സമാനമായ വായ്ക്കുള്ളിൽ ജ്വലിക്കുന്ന വാൾ പോലെയുള്ള ജിഹ്വ, കൂർത്തുമൂർത്ത നഖങ്ങളും ദ്രംഷ്ടകളും, ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നടുക്കുന്ന ഘോരമായ സിംഹഗർജനം. നരസിംഹ സ്വരൂപമേ, അകമഴിഞ്ഞ് അങ്ങയെ സ്മരിക്കുന്ന ഏതൊരു ഭക്തനും എത്ര മൂർച്ചയേറിയ സംസാര ബാണത്തെയും വളരെ ലാഘവത്തോടുകൂടി തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നാരായണ, ചുട്ടുപൊള്ളുന്ന ജീവിത കർമ്മങ്ങളെ കനൽക്കട്ട പോലെയുള്ള അവിടുത്തെ നേത്രങ്ങൾ ക്ഷിപ്രനേരം കൊണ്ട് ഭസ്മമാക്കി തീർക്കുന്നു. എത്ര വന്ദിച്ചാലും എത്ര നമസ്കരിച്ചാലും മതി വരുന്നില്ല നാരായണ. കരുണാസാഗരമേ, രൂപഗാംഭീര്യമേ, അഭയസ്വരൂപമേ, ആത്മബന്ധുവേ, അവിടത്തെ പാദപത്മങ്ങളിൽ കോടാനുകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുന്നു, നിറഞ്ഞ ഭക്തിയോടെ, ഉണർവോടെ. ഓം നമോ നാരായണായ.
सर्वतोमुखं नरसिंहं भीषणं भद्रं